ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം മഴ മഴ മുതുക്ക് മഴ, തോരാത്ത മഴ. പുറത്ത് നല്ല കിഡില മഴ പെയ്യുന്നുണ്ട്. കുറേ നേരമായി തുടങ്ങിയിട്ട് 1.5 മണിക്കൂറിന് പുറത്തായി മഴ തുടങ്ങിയിട്ട്. മഴ കാരണം കിളികുഞ്ഞുങ്ങൾ വരെ ഒട്ടിയാണ് ഇരിക്കണേ. തണുപ്പ്. ചിലർക്കാന്നുണ്ടെങ്കിൽ മഴ പെയ്യുമ്പോഴത്തേക്കും ചായ കുടിക്കാൻ തോന്നും. ചിലർക്ക് മഴയുടെ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്ക് ഉറക്കം വരും. എൻ്റെ ഇക്കച്ചിക്കും ബേബിക്കും ആണെന്നുണ്ടെങ്കിൽ മഴ മാനത്ത് കണ്ടാൽ മതി, അപ്പോഴേ രണ്ടും കൂടെ അട്ട ചുരുളും പോലെ ചുരുണ്ട് കയറി കിടന്നുറങ്ങും. എനിക്കാണെന്നുണ്ടെങ്കിൽ മഴ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കുറയ്ക്കണം, കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും കുറച്ച് കഴിച്ചുകൊണ്ടിരിക്കണം. ഇങ്ങനെ മെയിൻ എനിക്ക് വിശപ്പിൻ്റെ അസുഖമുണ്ട്. അപ്പം ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടോ എന്ന് തപ്പാൻ വന്നതാണ്. അപ്പോഴത്തേക്കും കിട്ടിയൊരു സാധനത്തിനെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ചെന്ന് തപ്പിയപ്പോഴത്തേക്കും കിട്ടിയൊരു സംഭവമാണ് മാഗിയുടെ കൊറിയൻ BBQ ചിക്കൻ. സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? മഴയുടെ സൗണ്ട് കാരണം ഞാൻ പറയണത് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്തോ അറിയാൻ വയ്യ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ 2 പാക്കറ്റ്. ഇതും വേറൊരു പാക്കറ്റും കൂടെ ഒക്കെ കഴിഞ്ഞ ഓഫിന് വന്നപ്പോഴത്തേക്ക് മേടിച്ചുകൊണ്ട് വന്നതാണ്. കിച്ചിക്ക് നൂഡിൽസ് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്, ബേബിക്ക് അതിനേക്കാളും ഇഷ്ടമാണ്. ബേബിക്ക് കൊടുക്കത്തില്ല, ബേബിക്ക് കൊടുക്കുന്ന റെയറാണ്. അപ്പം ഇത് നമ്മൾ ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഇക്കച്ചി സാമ്പിൾ മേടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇക്കച്ചി മേടിച്ചുകൊണ്ട് വന്നതിൻ്റെ അന്ന് തന്നെ ഒരു പാക്കറ്റ് ഞാൻ ഇക്കച്ചും കൂടെ കുക്ക് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് മിച്ചമുള്ള ഒരു പാക്കറ്റ് എന്ന് പറയണത്. അപ്പോൾ ഇത് കുക്ക് ചെയ്ത് കഴിക്കാം. അപ്പം ഞാൻ നൂഡിൽസ് വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെച്ചു. ഞാൻ വെള്ളം ചൂടായതിന് ശേഷമാണ് കേട്ടോ മസാലയും ബാക്കി കാര്യങ്ങളൊക്കെ ഇടണേ. ഇക്കച്ചി എപ്പോഴും കളിയാക്കുന്ന ഒരു സംഭവമാണ് എനിക്ക് നൂഡിൽസ് മാത്രമേ വേവിക്കാൻ അറിയാവുള്ളൂ എന്ന്. ഏറെക്കുറെ ശരിയാണ്. അങ്ങനെ വേവിക്കാൻ അറിയത്തില്ല, കുക്ക് ചെയ്യാൻ അറിയത്തില്ല എന്നല്ല. പക്ഷേ അത്യാവശ്യം നന്നായിട്ട് വീട്ടിലെപ്പം ഇപ്പി മേടിച്ചാലും മാഗി മേടിച്ചാലും ഞാനാണ് കുക്ക് ചെയ്യുക. ഞാൻ കുക്ക് ചെയ്താലേ ടേസ്റ്റ് ഉള്ളൂ എന്ന് എല്ലാവരും പറയും. അപ്പോൾ എനിക്കത് മാത്രമേ കുക്ക് ചെയ്യാൻ അറിയാവുന്നുള്ളതാണ് സാരം. അപ്പോൾ ഇതിനകത്ത് 2 മസാല വരണുണ്ട് കേട്ടോ. ഒരു സീസണിങ് മിക്സും സീസണിങ് ഓയിലും വരണുണ്ടേ. ഈ സീസണിങ് ഓയിൽ ഭയങ്കര സ്പൈസിയാണ്. എനിക്ക് അറിയത്തില്ലായിരുന്നു അതിന് അത്ര എരി കൂടുതലുണ്ട് എന്നുള്ള സംഭവം. സാധാരണ കൊറിയൻ നൂഡിൽസിൽ വരുന്ന ഓയിലിന് വലിയ എരി ഉണ്ടാവില്ല. പക്ഷേ ഇത് BBQ ആയതുകൊണ്ട് നല്ല സ്പൈസ് ഉണ്ടായിരുന്നു. ഞാനെടുത്തങ്ങ് ഒഴിച്ചു കൊടുത്തു. എരിഞ്ഞിട്ട് കഴിക്കാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു, പക്ഷെ ഞങ്ങൾ കഴിച്ചു. അപ്പം ഞാനിതിൻ്റെ ഓയിലും ഇതിൻ്റെ മസാലയും കൂടെ കാണിച്ചു തരാം. അതേ പൊട്ടിക്കട്ടെ. അപ്പം ഇതാണ് ഓയിലും മസാലയും. ഈ സാധനം മേടിക്കുന്ന ആൾക്കാർ ഈ ഓയിൽ സ്പൈസി കഴിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എന്നെ പോലെ കഴിക്കുമ്പോഴത്തേക്കും തലകറക്കമൊക്കെ വരുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചേ ഒഴിക്കാവുള്ളൂ കേട്ടോ. നല്ല എരിയാണ്. അപ്പം ഞാനിത് ഒഴിക്കട്ടെ. അപ്പം ഞാനത് ഒഴിച്ചു. അതേപോലെ അതിൻ്റെ പൗഡർ മിക്സ് മസാല മിക്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനത് തിളച്ചതിന് ശേഷം മാത്രമേ നൂഡിൽസിൻ്റെ പീസ് അതിനകത്ത് ഇടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് തിളച്ചു. അപ്പോൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കറൻ്റ്ലി അവസ്ഥ ഇതാണ്. അപ്പോൾ ഇതൊന്ന് സെറ്റായി വരട്ടെ. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇതല്ല കളറ് ശരിക്കും. നമ്മൾ ഓയിൽ ഫുൾ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡിൻ്റെയൊക്കെ ചുവപ്പ് പോലെ ഭയങ്കര കളറാണ്. അതേപോലെ ഭയങ്കര എരിയുമാണ്. ഇപ്പം ഞാനിത് കുറച്ചെടുത്ത് കഴിച്ചു നോക്കി. എരി ഉണ്ട്, എന്നാലും അന്ന് കഴിച്ചതിൻ്റെ അത്ര എരിയില്ല. എനിക്ക് തോന്നുന്നു ഒരു പൗഡറിലും നല്ല എരി ഉണ്ടാവും തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഇതിന് ഈ എരി വന്നത്. അപ്പം ഞാൻ കുക്ക് ചെയ്തു. ബേബി ഉണർന്നതിന് മുമ്പേ കഴിക്കണം, ഇല്ലെങ്കിൽ അവൻ ചോദിക്കും. മൈദ ആയതുകൊണ്ട് അതേപോലെ ഇതിന് ഇത്രയും കളറും എരിയും ഉള്ളതുകൊണ്ട് അവനിത് ഈ സാധനം ഇത് കൊടുക്കത്തില്ല. ഇപ്പം നോർമൽ മാഗിയൊക്കെ കൊടുക്കും, ഇത് കൊടുക്കത്തില്ല. അപ്പം ഞാൻ ഓടിപ്പോയി കഴിക്കട്ടെ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ, സീ യു.